ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും ഒക്കെ ഉള്ള ഒരു പ്രത്യേകത, സാറ് വലിയൊരാളാണ് എനിക്കറിയാം, ആ അറിവിലേക്ക് ഞാൻ ഒരു അറിവ് കൂടെ തരികയാണ്. നമ്മൾ സ്ഥിരമായി കണ്ടോണ്ടിരിക്കുന്ന കണ്ടന്റ്സ് റിപ്പീറ്റഡ്ലി വീണ്ടും വീണ്ടും വരും. അപ്പൊ സാറ് സ്ഥിരമായിട്ട് കാണുന്നത് ഈ അവിഹിതവും അങ്ങനത്തെ സാധനങ്ങളും ആവാം. അതായിരിക്കും നല്ല സന്ദേശങ്ങളുടെ രണ്ടോ മൂന്നോ അതാ പറഞ്ഞത്. സംഗീത നമ്മുടെ വേളൂര് പറയുന്നത് അറിയോ, ഈ ഭർത്താക്കന്മാരെ അവിഹിതത്തിലേക്ക് തള്ളിവിടുന്നത് ഈ പരമ്പരയെന്നാ പറയുന്നത്. അവിഹിതം എന്ന് പറയുന്ന സാധനം സ്ഥിരമായിട്ട് കണ്ട അത് തന്നെ സ്ക്രോളിംഗിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കും. നല്ലൊരു സാധനം കണ്ടു നോക്കൂ. ഞങ്ങളെ ഒരു ഭാര്യ കൊത്തി കൊന്നിച്ചിട്ടില്ല. ഒരു സീരിയൽ ഒരു പാമ്പിനെ കയറ്റി പറയാൻ വന്നു. കുറെ വർഷമായിട്ട് കേൾക്കുന്ന കാര്യമാണ് സീരിയലിനെ. അതിനെ നമ്മൾ എങ്ങനെ എതിർക്കുന്നു എന്നൊക്കെ ഒരുപാട് കാലമായിട്ട്. സംഭവം ശരിയാണ്, ചെറിയ മാറ്റങ്ങളെ ഇപ്പൊ സീരിയലിനകത്ത് വരുന്നുള്ളൂ. കഥയില് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല, അതും അംഗീകരിക്കുന്നു. പക്ഷെ പണ്ട് TV മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് കാണുന്ന പോലെയല്ല. ഇപ്പൊ അത് ഡിവൈഡ് ചെയ്ത് പോയി പ്രേക്ഷകര്. വളരെ കുറച്ച് പേരെ TV കാണുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം പറയുന്ന പോലെ വഴി തെറ്റുന്നു പറയുന്നത് മൊത്തം സീരിയലിനെ ആക്ഷേപിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ നിൽക്കുന്ന മക്കൾ മുഴുവൻ ആളുകളും ഈ സീരിയൽ കണ്ടിട്ടാണെന്നല്ല പറഞ്ഞത്. സീരിയലിലൂടെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ 6:30 മുതൽ 10 മണി വരെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും നല്ല സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും 1-2 സീരിയലുകൾ പറയുക. പറഞ്ഞതുപോലെ വസ്ത്രധാരണം സാധാരണക്കാരായ സ്ത്രീകളെ ഇതാണ് ഞങ്ങളുടെ വസ്ത്രധാരണം എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം. 2, പാവപ്പെട്ട പുരുഷൻ പാവപ്പെട്ട ഭർത്താവിനെ അവനെ ഇട്ട് അടിമവേല ചെയ്യിക്കുന്നത് ഇതാണ് ഈ സമൂഹത്തിന്റെ ഒരു സന്ദേശം എന്ന് കാണിച്ചു കൊടുക്കുന്നു. ഒരു കലയിലൂടെ അടിമയാണോ? ഒരു കല, അതാണ് കൂടുതൽ സീരിയൽ ഒരു വീട്ടമ്മ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.